Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് പ്രൊഡക്റ്റ് ആണ്. ഷവോമിന്റെ മീ LED സ്മാർട്ട് ബൾബ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഷവോമിന്റെ മീ സ്മാർട്ട് LED ബൾബ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. 1299 രൂപയാണ്, അതായത് 1300 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസിങ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു LED ബൾബ് മാതിരിയല്ല ഷവോമിന്റെ സ്മാർട്ട് LED ബൾബ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയാൻ പോവുകയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ആക്ച്വൽ ബോക്സ് പാക്കേജ്. നമ്മളത് ആക്ച്വലി അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബോക്സ് പാക്കേജിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. 10 വാട്ട് LED ബൾബാണ്, അഡ്ജസ്റ്റബിൾ ബ്രൈറ്റ്നസ് ആണ്, 16 മില്യൺ കളേഴ്സ് ആണ് വരുന്നത്, 11 ഇയേഴ്സ് ലോങ് ലൈഫാണ്, അതായത് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ബൾബാണ്, മൊബൈൽ ആപ്പ് കൺട്രോൾ ഉണ്ട്. അതുകൂടാണ്ട് തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റും അലക്സയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മീ LED സ്മാർട്ട് ബൾബ്. വൈറ്റ് ആൻഡ് കളറാണ് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 10 വാട്ടാണ്. ഇതിനകത്ത് ത്രെഡഡ് കണക്ഷനാണ് വരുന്നത്, സാധാരണ ഹോൾഡർ അല്ല, ത്രെഡഡ്, അതായത് E27 ഹോൾഡറാണ്. പിന്നെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് മീ സ്മാർട്ട് LED ബൾബ്. ഇനി നമുക്ക് ആക്ച്വൽ ബൾബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബൾബ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ആപ്പ് ഉണ്ട്. 2 ആപ്പ് ആക്ച്വലി യൂസ് ചെയ്യാം. മീ ഹോം ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ലൈറ്റും ഷവോമിൻ്റെ ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഈ ലൈറ്റിൽ ആപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ലൈറ്റിൻ്റെ ആപ്പാണ്. ഈ ലൈറ്റിൻ്റെ ആപ്പിൽ നമ്മൾ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് പ്രൊസീജിയർ. ഇവിടെ പോയി ഡിവൈസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ മീ LED ബൾബ് കളർ കൊടുത്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ റേഞ്ചിൽ വരും. അപ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെയും മീ സ്മാർട്ട് ബൾബ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബൾബാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് ആണ്. നമുക്ക് ജസ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. പക്ഷേ ആദ്യം നമുക്ക് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ കാണാം, പവർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം മീ സ്മാർട്ട് ബൾബ് പവർ ആയിട്ടുണ്ട്. അപ്പോൾ പവർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഈ ഫീച്ചേഴ്സ് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ മോഡ്സ് ഉണ്ട്. ഇത് ഡീഫോൾട്ട് മോഡ്സ് ആണ് ഇവിടെ അവൈലബിൾ ആവുന്നത്. അതായത് സൺറൈസ്, സൺസെറ്റ്, ടീ ടൈം, നൈറ്റ് മോഡ്, മൂവി മോഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ മോഡ്സ് ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാൻഡിൽ ഫ്ലിക്കറിംഗ് മോഡ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ബൾബും ആക്ച്വലി കാൻഡിൽ ഫ്ലിക്കറിംഗ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി മോഡ് കഴിഞ്ഞാൽ ആ ഒരു മോഡിലേക്ക് പോവുകയാണ്. പിന്നെ സൺറൈസ്, സൺസെറ്റ്, അങ്ങനത്തെ എല്ലാ മോഡ്സും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൺറൈസ് എടുത്തു കഴിഞ്ഞാൽ വളരെ ഒരു മിനിമൽ ബൾബാണ് വരുന്നത്. സൺസെറ്റ് എടുത്താലും അതേപോലെ തന്നെ വരുന്നത്. അപ്പോൾ നൈറ്റ് മോഡാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയ ഒരു മോഡാണ് വരുന്നത്. അതേപോലെ പല മോഡ്സ് നമുക്കിവിടെ കാണാം. ആ മോഡ്സിനനുസരിച്ച് നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് വൈറ്റ് ആണ്. നമുക്ക് വെറും വൈറ്റ് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വൈറ്റിലേക്ക് മോഡിലേക്ക് പോയിക്കുന്നു. പിന്നെ വൈറ്റിന് തന്നെ പല വേരിയൻസ് ആണ്. നിങ്ങൾക്ക് അത് എക്സ്ട്രാ വൈറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ കുറച്ചൊരു യെല്ലോയിഷ് വൈറ്റ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിനകത്ത് തന്നെ മാനേജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ലൈറ്റിൻ്റെ ഓപ്ഷൻ. അപ്പോൾ കളർ കൊടുത്തു കഴിഞ്ഞാൽ കളർ ഇതാ വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്താൽ ഗ്രീൻ ആവുകയാണ് ബൾബ്. അതേപോലെ ബ്ലൂ സെലക്ട് ചെയ്താൽ ലൈറ്റ് ബ്ലൂ ആവുകയാണ്. അങ്ങനെ എല്ലാ കളേഴ്സും, ഇതിൽ 16 മില്യൺ കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ പല കളേഴ്സും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മാനുവലി സെലക്ട് ചെയ്യാം. പിന്നെ അതിനകത്ത് തന്നെ ബ്രൈറ്റ്നസ്സും ഇൻക്രീസ് ചെയ്യാൻ കണ്ടിട്ട് നമുക്ക് ബ്രൈറ്റ്നസ്സും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. പിന്നെ ഫ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കളറിൽ നിന്ന് മറ്റേ കളറിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ ഫ്ലോ ചെയ്യുന്ന കാണാം. അപ്പോൾ ഫ്ലോ സ്പീഡ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം, എത്ര സ്പീഡിൽ വേണം ഫ്ലോ ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ അതിന് തന്നെ ബ്രൈറ്റ്നസ്സും ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഫ്ലോ സെറ്റ് ചെയ്യാനുള്ള. പിന്നെ ഇതിനകത്ത് നമുക്ക് ഫേവറേറ്റ് ആയ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ കളർ പിക്കർ, അതായത് നമുക്കൊരു ക്യാമറയിൽ പോയി എടുത്തിട്ട് കളർ പിക്ക് ചെയ്തിട്ട് നമുക്ക് ആ കളർ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടൈമർ ഉണ്ട്, എത്ര ടൈമറിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓഫ് ആവേണ്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നത്. പിന്നെ ഷെഡ്യൂൾ ചെയ്യാം. മ്യൂസിക് മോഡ് ഉണ്ട്, അതായത് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ മ്യൂസിക് നമുക്ക് പിക്ക് ചെയ്തിട്ട് ആ മ്യൂസിക്കിനനുസരിച്ച് ബൾബിൻ്റെ ലൈറ്റ് ചേഞ്ച് ചെയ്യും, അതിൻ്റെ ഫ്ലിക്കറിങ് എല്ലാം ചേഞ്ച് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് മീ സ്മാർട്ട് LED ബൾബിൻ്റെ ഒരു ചെറിയ ഡെമോ ആണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇത് വളരെ ഒരു യൂസ്ഫുൾ ആയ ഒരു ബൾബാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഈ ബൾബിനകത്ത്. ഒരു സ്മാർട്ട് ബൾബാണ്, കണക്റ്റഡ് ബൾബ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് അലക്സ യൂസ് ചെയ്തിട്ട് അലക്സയായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അലക്സ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വോയിസ് കമാൻഡ്സ് വെച്ച് ഇതിനെ ആക്ടിവേറ്റും ചെയ്യുക, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റും അവൈലബിൾ ആണ്, ഗൂഗിൾ ഹോം ആക്ച്വലി, അതിലും നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു മീ LED സ്മാർട്ട് ബൾബ് വൈറ്റ് ആൻഡ് കളറിൻ്റെ ഒരു ഡെമോ ആണ് നമ്മൾ കാണിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം.
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ മീ സ്മാർട്ട് ബൾബ് LED ബൾബ് വാങ്ങാൻ താല്പര്യമുള്ളവർ 1300 രൂപയാണ് ഇതിൻ്റെ വില. ടോട്ടലി വേർത്ത് ആണെന്ന് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 1300 നിങ്ങൾക്ക് ഒരു സ്മാർട്ട് കണക്റ്റഡ് ബൾബാണ്. 11 years ആണ് ഇതിൻ്റെ ലൈഫ് പറയുന്നത് മിനിമം. പിന്നെ 16 million കളേഴ്സാണ് വരുന്നത്. ഇത്രയധികം കളേഴ്സ് വരുന്ന ബൾബ് ഇത്രയും പ്രൈസ് സെഗ്മെൻറ്റ് വളരെ കുറവാണ് കിട്ടാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീ LED ബൾബ് വളരെ ഒരു പോപ്പുലർ പ്രൊഡക്റ്റും വളരെ ഒരു നല്ല പ്രൊഡക്റ്റാണെന്ന് വേണ്ടി പറയാം. അപ്പോൾ ഇത് വാങ്ങാൻ കിട്ടുന്നത് ഷോമിനെ me.com/in പോയി കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് മേടിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day.